ആദ്യം ശ്രീ AM ഷിനാസ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 3 മാസം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. പാകിസ്ഥാൻ വീണ്ടും നിരന്തര പ്രകോപനം നടത്തുകയാണ്. അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് അവരുടെ സൈനിക മേധാവി ന്യൂക്ലിയർ ത്രെട്ട് നടത്തുന്നത്. അത് ഇന്ത്യക്കെതിരായ ഭീഷണി മാത്രമല്ല, ലോകത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. എങ്ങനെ വേണം ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണാൻ? ഈ നിരന്തര പ്രകോപനം പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് എന്താണ്? ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് 2 പ്രാവശ്യമാണ് അസീം മുനീർ, അദ്ദേഹം ഫീൽഡ് മാർഷലായി, സ്വയം ഫീൽഡ് മാർഷലായി അവരോധിച്ചു. അങ്ങനെ 2 പ്രാവശ്യമാണ് അമേരിക്കയിലേക്ക് പോകുന്നതും ട്രംപിനെ കാണുന്നതും. ട്രംപിന്റെ കൂടെ വൈറ്റ് ഹൗസിലും ഓവൽ ഓഫീസിലും ഒക്കെ വിരുന്ന് സൽക്കാരം. 2 പേരും മാത്രമുള്ള അടച്ചിട്ട മുറിയിൽ 2 മണിക്കൂറോളം കൂടിക്കാഴ്ച. അതിൽ പാക് സർക്കാരിന്റെ പ്രതിനിധികൾ ഇല്ലാത്ത കൂടിക്കാഴ്ച. അതിനു പുറമെ അസീം മുനീർ സൗദി അറേബ്യ, UAE, ഇന്തോനേഷ്യ, അസർബൈജാൻ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. ഇത് അസീം മുനീറോ അല്ലെങ്കിൽ ബിലവൽ ഭൂട്ടോയോ അല്ലെങ്കിൽ ഷഹബാസ് ഷെരീഫോ ഈ ആക്രമണ ഭീഷണി, ആണവ ഭീഷണി, ആണവ ബ്ലാക്ക്മെയിൽ ഒരുപാട് കാലമായിട്ട് അവരുടെ ഒരു പരിപാടിയാണ്. പക്ഷെ എവിടെ വെച്ച് ഈ അസീം മുനീർ ആണവ ഭീഷണി മുഴക്കി എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ വെച്ചല്ല, അമേരിക്കയിൽ വെച്ചാണ്. ഫ്ലോറിഡയിലെ ടാംപ എന്ന സ്ഥലത്തെ ഒരു പ്രത്യേക പരിപാടിയിൽ, ഒരു പാക് ബിസിനസ്സുകാരൻ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ചാണ് ആണവ ഭീഷണി മുഴക്കുക മാത്രമല്ല, ഇന്ത്യക്കെതിരെ മാത്രമല്ല, ലോകത്തിന്റെ പകുതിയും ഞങ്ങൾ ആണവാക്രമണത്തിലൂടെ കൊണ്ടുപോകും എന്ന തരത്തിലുള്ള അത്യന്തം നിരുത്തരവാദപരമായ, പ്രകോപനപരമായ, ഇന്ത്യക്ക് മാത്രമല്ല മറ്റെല്ലാം പകുതി കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ പകുതി കൊണ്ടുപോകാനുള്ള ആണവ ശേഷിയോ അത്ര ദൂരം താണ്ടാനുള്ള മിസൈലുകളോ പാകിസ്ഥാന്റെ കൈവശമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നിരുന്നാലും ഇത് അമേരിക്കൻ മണ്ണിൽ വെച്ചാണ് ഈ ഭീഷണി മുഴക്കുന്നത്. ഈ ലോകമാകെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്നിട്ട് അമേരിക്കയിൽ നിന്ന് യാതൊരു പ്രതികരണവുമില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ 7 ഡെലിഗേഷന് ഏതാണ്ട് 30-35 രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അതിൽ അമേരിക്കയുണ്ട്. അമേരിക്കയിലേക്ക് പോയത് തരൂരും സംഘവും ഉൾപ്പെടെ അമേരിക്ക, കൊളംബിയ, അങ്ങനെ 7ഓളം രാഷ്ട്രങ്ങളിൽ പോയി. അവരൊക്കെ മടങ്ങി വന്നു. ആ ഡിപ്ലോമാറ്റിക് മിഷൻ വൻ വിജയമായിരുന്നു എന്ന് അവരും അത് പോയവരും അതുപോലെ തന്നെ ഇന്ത്യ സർക്കാരും അവകാശപ്പെട്ടു. ഇതൊക്കെ തെളിയിക്കുന്നത് ആ ഡിപ്ലോമാറ്റിക് മിഷൻ വിജയമായിരുന്നില്ല. മാത്രമല്ല, ട്രംപ് ഇപ്പോൾ ഇന്ത്യക്ക് ഈ തീരുവ ചുങ്കം 50% ഉയർത്തിയ പശ്ചാത്തലത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രെയിൻഡ് ആയിട്ട് നിൽക്കുകയാണ്. അലാസ്കയിൽ വെച്ച് ഉടനെ ട്രംപും പുടിനും കണ്ട് യുക്രൈൻ റഷ്യ യുദ്ധ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഇരിക്കുകയാണ്. അപ്പൊ ഈ തീരുവ കാര്യത്തിൽ തന്നെ നോക്കൂ, മൊത്തം എണ്ണയടക്കമുള്ള മൊത്തം ഊർജോൽപ്പന്നങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യയേക്കാൾ മുമ്പിലാണ് ചൈനക്കുള്ള തീരുവ 30%. തുർക്കി അത്യാവശ്യം എണ്ണയുൾപ്പെടെയുള്ള ഊർജോൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. തുർക്കിക്കുള്ള തീരുവ 15%. ഇന്ത്യ എണ്ണ മാത്രം എടുത്താൽ ഇന്ത്യ ആയിരിക്കും ചിലപ്പോൾ ചൈനയേക്കാൾ മുൻപിൽ. പക്ഷെ ഇന്ത്യക്കുള്ള തീരുവ 50%. അപ്പൊ ട്രംപ് 2020 ഈ US ഇലക്ഷൻ നടക്കുമ്പോൾ, ട്രംപ് അല്ല, നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ഇലക്ഷൻ നടക്കുമ്പോൾ മറ്റൊരു രാജ്യത്ത് അബ്കി ബാർ ട്രംപ് സർക്കാർ എന്നൊക്കെ പറയുന്നത് ഏറ്റവും പരിഹാസ്യമായ ഒരു പ്രസ്താവനയായിരുന്നു അത്. അന്ന് മുതലേ ട്രംപ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് നടക്കുകയും ഇപ്പോൾ അമേരിക്കയുടെ തനിനിറം, ട്രംപിന്റെ തനിനിറം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. മാത്രമല്ല, അമേരിക്കൻ മണ്ണിൽ വെച്ച് പാക് സൈനിക മേധാവി 2 പ്രാവശ്യം അമേരിക്ക സന്ദർശിച്ചു. ആ പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷലായി സ്വയം അവരോധിതനായ ഒരു സൈനിക മേധാവി ഇത്തരം ഒരു ഭീഷണി ഇന്ത്യക്കെതിരെ മാത്രമല്ല ലോകത്തിന്റെ പകുതി കൊണ്ടുപോകും എന്നുള്ള ഭീഷണിയാണ്.
അത് മുഴക്കിയിട്ടും അമേരിക്കയിൽ നിന്ന് ആ, ഈ അമേരിക്ക ഭരിക്കുന്ന ആളുകളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ആകെ തീർച്ചയായും പ്രതികരിച്ചത് പെന്റഗണിന്റെ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ മൈക്ക് റൂബിയോ. അദ്ദേഹം പറഞ്ഞു, സ്യൂട്ടിട്ട ഒസാമ ബിൻ ലാദനാണ് അസീം മുനീർ. അത് വാസ്തവമാണ്. അത്തരം സ്യൂട്ടിട്ട അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെ ആ സമയത്ത് തന്നെ ഗണ്ണിക്കുകയും അപലപിക്കുകയും ചെയ്യണമായിരുന്നു അമേരിക്കൻ നേതൃത്വം. അത് ചെയ്തില്ല. ശരി. അത് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു ഇന്ത്യ ഇപ്പോൾ വാസ്തവത്തിൽ പാകിസ്ഥാൻ ഈ അസീം മുനീർ വിജിഗിട്ടു എന്നൊക്കെ പറയില്ലേ, വലിയ ജേതാവിനെ പോലെയാണ് ഈ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് വരുന്നത്. ജയം പാകിസ്ഥാൻ ആയിരുന്നില്ല എന്ന് എല്ലാവർക്കും. പാകിസ്ഥാൻ കനത്ത പ്രഹരമാണ് ഏറ്റത്. ആ പ്രഹരമേറ്റ പാകിസ്ഥാൻ നടത്തുന്ന ഈ ന്യൂക്ലിയർ ആണവ വാചാരോപം അത് പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ചല്ല, അമേരിക്കൻ മണ്ണിൽ വെച്ചാണ്. എന്നിട്ട് പോലും അമേരിക്ക ഒരക്ഷരം ഉരിയാടാത്തത് ഇന്ത്യയുടെ പരാജയമാണ്, നയതന്ത്ര പരാജയമാണ്. ഇന്ത്യൻ ഡെലിഗേഷൻ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അയച്ച ഡെലിഗേഷന്റെ പരാജയം കൂടി. ശരി, നയതന്ത്ര തലത്തിൽ ഇന്ത്യക്കേറ്റ പരാജയമാണ്. ഇത്തരം ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ അമേരിക്കൻ മണ്ണ് അസീം മുനീർ തെരഞ്ഞെടുത്തതിന്റെ കാരണമെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ